ഹലോ കൂട്ടുകാരെ, ചില സന്ദർഭങ്ങളിൽ പല വ്യക്തികൾക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും അല്ലെങ്കിൽ കൂടുതൽ ഒച്ച വെച്ച് മറ്റുള്ളവരെ അത് അറിയിക്കുകയും ചെയ്യാറുണ്ട്. അതെന്താ കാരണമെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അവർക്കൊരു മുറിവ് വീണ് കിടപ്പുണ്ട്. ഇന്ന് എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് പറയാനായിട്ട്, ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഞാൻ പോയ വേളയിൽ എനിക്ക് ടയേർഡായി കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ച് ഞാനൊരു സ്ഥലത്ത് കയറി ചായ കുടിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ കലോത്സവങ്ങളിൽ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. ഞാനും അതേ പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ കലോത്സവങ്ങൾക്ക് പലപ്പോഴും കാണാറുണ്ട്. കലോത്സവം പരസ്പരം ഒരു കോമ്പറ്റീഷൻ വരുമല്ലോ, ടീച്ചർമാർ തമ്മിലും ഒരു കോമ്പറ്റീഷൻ വരും. പക്ഷേ നമ്മൾ കലോത്സവത്തോടു കൂടി അതവിടെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരത്തി അതിങ്ങനെ മനസ്സിൽ വളരെ രൂക്ഷമായി അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ ആ കുട്ടി പഠിപ്പിക്കുന്ന 3-4 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അവർ നാരങ്ങ വെള്ളം ഓർഡർ ചെയ്ത്, ഞാൻ ചായ ഓർഡർ ചെയ്ത്, ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പാടിയൊരു പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നറിയോ, അവിടെ നിന്ന് എന്താ പറയുക ഊറി ചിരിക്കാൻ തുടങ്ങി. പാട്ട് ഒരു ദൈവത്തിൻ്റെ പാട്ടായിരുന്നു, പക്ഷെ അത് കേട്ടപ്പോൾ തൊട്ട് പുള്ളിക്കാരത്തി അങ്ങ് ഊറി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഒന്നും അറിയാത്ത 3 കുട്ടികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ പ്രായം തോന്നുന്ന കുട്ടികളാണ് അവരുടെ കൂടെ ഉള്ളത്. ആ കുട്ടികളും എന്താ പറയുക, ഒരു ചൊല്ലുണ്ടല്ലോ പൊട്ടനാട്ടം കാണാമെന്ന്, ആ നിലയിൽ ആ കുട്ടികളും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവിടെ മൗനം പാലിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വന്നു പോയിട്ടുണ്ട്. അതാണ് അവിടെ അവർ ബിഹേവ് ചെയ്യണത്. കാരണം ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ ഇരിക്കുന്നു, ഞാൻ ഈ പാട്ട് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ട് മാറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് കേട്ടതിൻ്റെ അപാകത കൊണ്ടാണോ എന്നുള്ളത് കൊണ്ട് ഞാൻ വേറൊരു പാട്ടിട്ടു. വീണ്ടും പുള്ളിക്കകത്ത് ചിരിച്ചിട്ട് ആ നാരങ്ങ വെള്ളവുമായിട്ട് പുള്ളിക്ക് പുറത്തേക്ക് പോവാണ്. പിന്നെ അപ്പുറത്ത് ഈ കൊടുത്ത ചേച്ചി ചോദിക്കുന്നുണ്ട്, ഈ ചിരിയോടൊപ്പം ഒരു ഡാൻസും കൂടി ആവാം, അത് നന്നായിട്ട് അതിനോട് യോജിച്ച് പോകും എന്ന് പറഞ്ഞു. ഇവർ കുറച്ച് നേരം കൂടി വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് അവരങ്ങ് പോയി. തിരിച്ച് ഞാൻ പൈസ കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ചോദിച്ചു, എന്താ കുട്ടികൾ ഇവിടെ നിന്ന് കാണിച്ചാർന്നറിയോ, ചുമ്മാ കിടന്നങ്ങ് ചിരിക്കുമായിരുന്നു, എന്താണാവോ, വെറുതെ നമ്മൾ എന്താ പറയുക കളിയാക്കുന്ന ലെവലിലാണ് ആ കുട്ടികൾ ചിരിച്ച് എന്ന് പറഞ്ഞു. അതിൽ ഒരു കുട്ടി നൃത്ത അധ്യാപികയാണ്. ആ കുട്ടിയും കൂടി ഇരുന്ന് ചിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്കുള്ളതായിരുന്നു, ആ ചിരി ചേച്ചിനെ ഉദ്ദേശിച്ചല്ല, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഈ വ്യക്തി എവിടെയെങ്കിലും വെച്ച് ഈ ഒരു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതുപോലുള്ള ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ മുഖച്ഛായുള്ളതോ ഇല്ലെങ്കിൽ എന്നെപ്പോലെ എന്താ പറയുക, എനിക്ക് ഒത്തിരി കഴിവുകളുണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം താങ്കൾക്ക് വേറെ ആരുമായിട്ടോ സാമ്യമുണ്ട്. അപ്പോൾ തനിക്ക് എന്തോ പഴയ ഒരു വ്യക്തിയായിട്ട് ഒരുപാട് വൈരാഗ്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന വൈരാഗ്യമാണ് ഇന്ന് തിളച്ചു പൊങ്ങിയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഒരാളോടുള്ള അരിശമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കലുകളായിട്ടോ ദേഷ്യപ്പെടലുകളായിട്ടോ അല്ലെങ്കിൽ പഴിവാക്കുകളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ സംഗതി തന്നെയാണ് ആ കുട്ടി ഇന്ന് ആക്ട് ചെയ്തത്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴും ഈ പുള്ളിക്കാരത്തി എന്നെ കാണുമ്പോൾ ഇത് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, പല തവണയായി. ഇപ്പോൾ ഒരു 2 കലോത്സവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഈ 2 കലോത്സവങ്ങൾക്കും വന്ന് നിൽക്കുന്ന കുട്ടികളുടെ പേരൻസിനോട് എന്തൊക്കെയോ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഊറി ചിരിക്കും. അപ്പോൾ ഇത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. പക്ഷെ നേരിട്ട് ഞാൻ പറയാൻ പോയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എവിടേക്കോ ഒരു പൊടിപ്പും തൊങ്ങലും കിടപ്പുണ്ട്. അതാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ പല രീതികളിലായിട്ട് പ്രസരിപ്പിക്കുന്നത്. ഒരു നാടോടി നൃത്തം കാവാലം സ്കൂളിലിങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ ഇമോഷണലായിട്ടാണ് പെരുമാറിയത്. കാരണം എൻ്റെ മകളുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇവരുടെ കുട്ടീനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അത്രയും തത്രപ്പാട് ഞാൻ പിൻവാങ്ങി നിന്നു. കാരണം ആ കുട്ടി കയറി പോട്ടെ, ആ കുട്ടിയുടെ കളി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെസ് നമ്പർ അനുസരിച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഒഴിഞ്ഞു നിന്നു. കാരണം ആ കുട്ടി കളിക്കട്ടെ. ആ പുള്ളിക്കാരത്തി വളരെ നല്ലൊരു നൃത്ത അധ്യാപികയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇമോഷനുകൾ എവിടെ പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ എവിടെ പ്രകടിപ്പിക്കണം എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. പ്രായത്തിൻ്റെ ആയിരിക്കാം,
കാലം അത് തെളിയിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പറയാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ശ്രവിച്ചു എന്താ പറയുക, കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും കുറേ നാളുകൾക്ക് മുൻപ് ദേഷ്യം വരുമ്പോൾ അത് എവിടെ വെച്ചിട്ട് എങ്ങനെ വെച്ച് പെരുമാറണമെന്ന് എനിക്കറിയാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ പഠിച്ചെടുത്തതിന് ശേഷമാണ്, ഞാൻ എന്തെങ്കിലും പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്കിത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു സംഗതി കണ്ടു, എൻ്റെ ഉള്ളിലൊരു ദേഷ്യം വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി എനിക്കിന്ന് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ കാര്യകാരണ സഹിതം അറിഞ്ഞതിന് ശേഷമേ ഞാനിപ്പോൾ മറുപടികൾ പറയാറുള്ളൂ. ഇന്ന് എനിക്ക് വേണമെങ്കിൽ നല്ലൊരു സീൻ അവിടെ ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് അവൾ ആ പെരുമാറണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ വ്യക്തിനെ അവിടെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ നാണം കെടുത്താനോ ഞാൻ തീരുമാനിച്ചില്ല. ആ കുട്ടി അങ്ങ് പൊക്കോട്ടേന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയോ, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കാലം അവൾക്ക് തെളിയിച്ചു കൊടുക്കട്ടെ, ദൈവമേ അവൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഒത്തിരി പ്രാവശ്യമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. എനിക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് നല്ല സ്കോപ്പുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഏതൊരാൾ തെറ്റ് ചെയ്താലും എത്ര മുഖംമൂടികൾ നമ്മൾ എടുത്തണിഞ്ഞാലും ആ അണിയറയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ തന്നെ. അത് ഏത് നൃത്തച്ചുവട് വയ്ക്കുന്നവരായിക്കോട്ടെ, ഗാനഗന്ധർവന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു നമ്മൾ എന്നുള്ളൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ നമ്മൾ വെറും വട്ടപൂജയാണ്. എല്ലാ മനുഷ്യരും, നമ്മളെ ഭരിക്കുന്നൊരു ദൈവം അതുണ്ട്, അത് പ്രപഞ്ച സത്യമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാലം തെളിയിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് നല്ല ലെവലിൽ പോസിറ്റീവായിട്ട് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില വാഹനങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തികളെയോ ചില സ്ഥാപനങ്ങളെയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വൈകാരികമായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇത്രയും വയസ്സിനിടയ്ക്ക് എവിടെയോ ഒരു വേദന കിടപ്പുണ്ട്. ആ വേദനയാണ് നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നത്. അപ്പോൾ ആയതിനാൽ ഈ വിഷയം ഞാൻ പറയാൻ കാരണം ഇതാണ്. കാരണം നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെയും എന്താ പറയുക, എന്നെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുക എന്നുള്ളൊരു സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ചെയ്യുന്ന വല്ല വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന കിടപ്പുണ്ട്. ആ വേദനയാണ് മറ്റുള്ള വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കുന്നത്. ആയതിനാൽ ആ ഒരു സ്വഭാവം മാറ്റി നിർത്തിയാൽ നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. താങ്ക് യു.